എല്ലാവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ അറ്റ് പ്ലെയിൻ സർഫസ് കംപ്ലീറ്റ് ചെയ്തു. റെയിൻബോ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫസ്, അതായത് ലെൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നടത്താൻ പോകാം. അതിനകത്ത് വെൻ ടു മീഡിയംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് mu1 ആൻഡ് mu2, ഓർക്കുക mu2 ഈസ് ഗ്രേറ്റർ ദാൻ mu1 മീൻസ് ദ സെക്കൻഡ് മീഡിയം ഈസ് denser than first medium. ഇതിനെ നമ്മൾ these two mediums of refractive index mu1 and mu2 are separated by spherical surface. അപ്പോൾ ആ രണ്ട് മീഡിയങ്ങളും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പെറിക്കൽ സർഫസ് ആണ്. അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ സെന്റർ ഓഫ് കർവേച്ചർ ഈസ് സി, therefore radius of curvature is r, this is called pole. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് മീഡിയത്തിൽ നമ്മൾ ഒരു ഓബ്ജക്ട് mu1 എന്ന് പറയുന്ന മീഡിയത്തിൽ നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ എടുത്ത് വെക്കുന്നു, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് u. ഇവിടെ നിന്ന് ആ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അത് അവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതിന് റിഫ്രാക്ട് ചെയ്യണമെങ്കിൽ sin I by sin r ഈസ് ഈക്വൽ ടു മറ്റേ mu2 ഡിവൈഡ് ബൈ mu1 എന്ന് പറയുന്ന കണ്ടീഷൻ ഒബേ ചെയ്ത് റിഫ്രാക്ട് ചെയ്യണമെങ്കിൽ ഇവിടത്തെ നോർമൽ അറിയണം. ഇവിടത്തെ നോർമൽ എന്ന് പറയുന്ന സെൻട്രോ കർവേച്ചറിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈന് നമ്മൾ പറയുന്ന പേരാണ് നോർമൽ. ആൻഡ് therefore this is called angle of incidence. ഇതിന് നമ്മൾ പറയാം, അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് റേ ഇങ്ങോട്ട്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. Light ray travel from a rarer medium to denser medium, therefore light ray bend towards a normal. നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്ത് ഇവിടെ വരുന്നു. അങ്ങനെ ഇവിടെ വരുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇമേജ് ഡിസ്റ്റൻസ് v. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ r. ഇത്രയുമായപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് കഴിഞ്ഞു. അപ്പോൾ കൺസിഡർ ടു മീഡിയംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 and mu2 separated by a spherical surface or radius of curvature r. An object is placed in the first medium of refractive index mu1 at a distance u. Then the light ray is incident at an angle I and refracted at an angle r. Therefore final image is formed at this I, second medium, at a distance v from the pole. പോളിൽ നിന്നും ഇവിടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിന് ഇവിടത്തെ എയിം റിഫ്രാക്ഷൻ ഇക്വേഷൻ ഫോർ ദ റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ, ഒരു സ്പെറിക്കൽ സർഫസിൽ വെച്ച് റിഫ്രാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ദാറ്റ് മീൻസ് റിലേഷൻ ബിറ്റ്വീൻ mu1 mu2 u v and r. mu1 mu2 u v r, ഇവർ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ പറയാവുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ sin I by sin r is equal to mu2 divided by mu1. sin I divided by sin r is equal to mu2 divided by mu1. അതിന് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ, if I is very very small, ഐയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ I യേക്കാൾ കുറവായിരിക്കും r. Therefore sin I is nearly equal to I, sin r is nearly equal to r. Therefore if I is very very small, then I divided by r is equal to mu2 divided by mu1, or mu1 I is equal to mu2 r. That is equation number 1. ഇനി നമ്മളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെയും ആറിന്റെയും വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐയുടെയും ആറിന്റെയും വാല്യൂ അവിടെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഐയും ആറും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിന് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളുക. ഈ ആംഗിൾ ഐ ആണെങ്കിൽ ഉറപ്പായിട്ടും ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 മൈനസ് ഐ ആയിരിക്കും. ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പോണെന്ന് ഓർക്കുക. ഞാൻ ഈ ആംഗിളിനെ ആൽഫ എന്നെടുക്കുന്നു, ഈ ആംഗിളിനെ ഞാൻ ബീറ്റ എന്നെടുക്കുന്നു, നമുക്കറിയില്ല എടുക്കുന്നു, ഇതിനെ ഞാൻ ഗാമ എന്നും എടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ അസ്യൂം ചെയ്ത ഒരു സാധനവും ഫൈനൽ റിസൾട്ടിൽ വരാൻ പാടില്ല. നമുക്കിവിടെ വേണ്ടുന്ന റിലേഷൻ ബിറ്റ്വീൻ യു വി mu1 mu2 r, mu1 mu2 യുവും വിയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. പക്ഷെ നമ്മളിവിടെ ആൽഫ ബീറ്റ ഗാമ എടുക്കുന്നു, അത് ഫൈനൽ റിസൾട്ട് ഉണ്ടാകാൻ പാടില്ല. ശരി, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ ഞാൻ ക്യൂ എന്ന് എടുക്കുകയാണെങ്കിൽ, ആ പോയിന്റിനെ ക്യൂ എന്ന് എടുക്കുകയാണെങ്കിൽ OQC എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ആണ്. ആ ട്രയാംഗിൾ OQCയിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180. ദാറ്റ് ഈസ് ആൽഫ
plus beta plus 180 minus I is equal to 180. കാരണം ഇത് 180 മൈനസ് ഐ ആണ്. ഓക്കെ, നമ്മൾ 180 ക്യാൻസൽ ആയിപ്പോയി. therefore I is equal to alpha plus beta എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. അതുപോലെ ആറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 6 വരുന്ന ട്രയാങ്കിൾ എടുക്കുക. ദാറ്റ് ഈസ് QCI അല്ലെങ്കിൽ ICQ ഓർ QCI. ഈ ആംഗിൾ 6 ആണ്, ഇത് ഗാമയാണ്, ഇത് 180 മൈനസ് ബീറ്റയാണ്. അത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. therefore R പ്ലസ് ഗാമ പ്ലസ് 180 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 180. അതിനകത്തുനിന്ന് ആറിന്റെ വാല്യൂ എന്ത് കിട്ടും? R പ്ലസ് ആണ് R. therefore R is equal to ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ കിട്ടി, ആറിന്റെ വാല്യൂ കിട്ടി. ഈ ഐയുടെയും ആറിന്റെയും വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐയുടെയും ആറിന്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? μ1 ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആർ. സോറി, μ1 ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു μ2 ഇൻറ്റു ആർ. ആറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ബീറ്റ മൈനസ് ഗാമ. നമുക്ക് ഐയെയും ആറിനെയും ഒഴിവാക്കാൻ വേണ്ടി ഐയുടെയും ആറിന്റെയും വാല്യൂ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ പ്രോബ്ലം? നമുക്ക് ആൽഫയും അറിയില്ല, ബീറ്റയും അറിയില്ല, ഗാമയും അറിയില്ല. ഇനി അവരെ മാറ്റണം. അത് മാറ്റാൻ വേണ്ടി നമ്മൾ പറയുന്നത്, ശ്രദ്ധിച്ചോണേ, നന്നായിട്ട് ശ്രദ്ധിച്ചു. ഒരു ആർക്കിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ആറും ഇത് തീറ്റയുമാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ പഠിച്ചിട്ടുണ്ടല്ലോ. ലെങ്ത് ഓഫ് ദ ആർക്ക് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് എന്ത് പറയാം? തീറ്റ ഈസ് ഈക്വൽ, അപ്പൊ ഇവിടെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് എക്സ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ആർ. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ദാറ്റ് ഈസ് μ1 ഇൻറ്റു ആൽഫയ്ക്ക് പകരം എഴുതാം പി ക്യൂ ഡിവൈഡഡ് ബൈ യു. ശ്രദ്ധിച്ചോണേ, പി ക്യൂ ഡിവൈഡഡ് ബൈ യു പ്ലസ് ബീറ്റയ്ക്ക് പകരം എഴുതാം പി ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു μ2 ഇൻറ്റു ബീറ്റയ്ക്ക് പകരം എഴുതാം പി ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഗാമയ്ക്ക് പകരം എഴുതാം പി ക്യൂ ഡിവൈഡഡ് ബൈ വി. എല്ലായിടത്തും ഞാൻ പറയുന്നു, എടുത്ത ഇക്വേഷൻ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു തീറ്റ. അതാണ് എടുത്തത്. ഇവിടെ പി ക്യൂ എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് പി ക്യൂ ദാ ക്യാൻസൽ ആയിപ്പോയി. സംഭവം ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളവർ മാത്രമായി. ഇനി ഇത് നമ്മൾ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു μ1 ഡിവൈഡഡ് ബൈ യു പ്ലസ് μ1 ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ ആർ മൈനസ് μ2 ഡിവൈഡഡ് ബൈ വി. അതിനകത്ത് ഞാൻ ആറിനെ അപ്പുറം കൊണ്ടുപോകുന്നു, വി യെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? μ1 ഡിവൈഡഡ് ബൈ യു പ്ലസ് μ2 ഡിവൈഡഡ് ബൈ വി. ഇതിപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി. ഈസ് ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ ആർ മൈനസ് μ1 ഡിവൈഡഡ് ബൈ ആർ. ഇനി ഇവിടെ നമ്മള് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യുക. ബൈ സൈൻ കൺവെൻഷൻ റൂൾ, SCR എന്ന് പറയുമ്പോൾ സൈൻ കൺവെൻഷൻ റൂൾ. യു നെഗറ്റീവ്, വി പോസിറ്റീവ്, ആർ പോസിറ്റീവ്. യു നെഗറ്റീവ്, വി ആൻഡ് ആർ ആർ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? μ2 ഡിവൈഡഡ് ബൈ വി മൈനസ് μ1 divided by u is equal to μ2 minus μ1 divided by r. This is the equation for the refraction at a curved surface. Simple, very simple. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഇതാണ്. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ? അത് പഠിച്ചു വെക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ μ2 ഡിവൈഡഡ് ബൈ വി മൈനസ് μ1 ബൈ യു ഈസ് ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡ് ബൈ ആർ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്ലൈ സൈൻ കൺവെൻഷൻ റൂൾ. സൈൻ കൺവെൻഷൻ റൂൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്തതിന്റെ എഫക്റ്റ് ഇല്ലാതാവൂ.
അപ്പൊ വീണ്ടും നമുക്ക് സംശയം വരും, സാറേ പിന്നെ എന്തിനാ ആദ്യമേ കൊടുത്തത് നമുക്ക് ഇക്വേഷൻസ് നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടണമെങ്കിൽ ആദ്യമേ കൊടുക്കുക, പിന്നീട് അപ്ലൈ ചെയ്യുക. അപ്പൊ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? μ2 ഡിവൈഡഡ് ബൈ v മൈനസ് μ1 ഡിവൈഡ് ബൈ u ഈസ് ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡ് ബൈ. ഇത് പഠിച്ചു വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, ഇമേജ് ഫോം ചെയ്തെടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഫോം ചെയ്ത മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഓബ്ജക്റ്റ് ഇരിക്കുന്നിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഇരിക്കുന്നിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഓബ്ജക്റ്റ് ഇരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെ വേണം പഠിക്കാൻ. ഞാൻ ഇനി പറയുമ്പോൾ ഇമേജ് ഇരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഞാൻ പറയില്ല, ഇമേജിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. പക്ഷെ തെറ്റാണ്, ഇമേജിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ല, ഇമേജ് ഇരിക്കുന്ന മീഡിയത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയണം? ഇമേജിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഓബ്ജക്റ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഓബ്ജക്റ്റിന്റെ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയും മനസ്സിലാകേണ്ടതാണ്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് കണ്ടുകൊള്ളുക. നമ്മളിത് വീണ്ടും സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് ഞാൻ പഠിപ്പിച്ചു വയ്ക്കുന്നു. ഫൈനൽ റിസൾട്ട് മാത്രം ഞാൻ എഴുതി വയ്ക്കുന്നു. എന്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്? ആ കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഇമേജ് ഫോം ചെയ്തെടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഓബ്ജക്റ്റ് ഇരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഓബ്ജക്റ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫേസ്. ഇതിൽ നിന്നാണ് നമുക്കിനി എന്തിലേക്ക് പോകേണ്ടത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഒരു ഇച്ചിരി പണിയാണ്, എന്നാൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മളപ്പോൾ ഇത് ഞാൻ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കും. ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കാം. μ2 divided by v minus μ1 divided by u is equal to μ2 minus μ1 divided by r. Refractive index of the image divided by image distance minus refractive index of the object divided by object distance is equal to refractive index of the image minus object divided by. നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിനി അടുത്തത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് ഒരു ലെൻസിനെ ഒരു മീഡിയത്തിൽ വെച്ചാൽ അവന്റെ ഫോക്കൽ ലെങ്ത് എത്ര എന്ന് പറയുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അത് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഞാൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് പോവുകയില്ല, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം അവസാനം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യം ഞാൻ പറയാം. നമുക്കിവിടെ ഇത്രയും ഭാഗത്തൊരു മീഡിയം ഇരിക്കുകയാണ്. ഇത്രയും ഭാഗത്തൊരു മീഡിയം ഇരിക്കുന്നു. ഇതിന് പുറത്തിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് μ1 ആണ്. ഇവിടെ μ1, ഇതിന്റെ പുറത്ത് എല്ലായിടത്തും μ1 ആണ് നിറഞ്ഞിരിക്കുന്നു. ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് r ആണ്. ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ r1, r അല്ല r1. ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു ഓബ്ജക്റ്റിനെ വെക്കുന്നു വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് u. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇവിടെ വരുന്നു. അത് രണ്ടാമത്തെ മീഡിയം ഡെൻസർ മീഡിയം ആയതുകൊണ്ട് അതിനകത്തേക്ക് റിഫ്രാക്ട് ചെയ്തതായി ഇങ്ങനെ ഇവിടെ എത്തും. അവിടെ നമുക്കൊരു ഇമേജ് ഫോം ചെയ്യുന്നു. ഞാൻ അതിനെ I' എന്ന് എടുക്കുന്നു, കാരണം ഫൈനൽ ഇമേജ് അതല്ല. I' എന്ന് എടുക്കുന്നു. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിന് ഞാൻ V' എന്ന് എടുക്കുന്നു. V'. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ രണ്ടാമത്തെ I' എന്ന് പറയുന്ന ഇമേജ് ഏത് മീഡിയത്തിൽ? ഈ മീഡിയത്തിനകത്താണ്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെക്കണം, I' എന്ന് പറയുന്ന ഇമേജ് ഫോം ചെയ്തത് μ2ലാണ്. ഇച്ചിരി കഴിയുമ്പോൾ മാറ്റി പറയണം എന്ന് തോന്നരുത്. ഇച്ചിരി കഴിയുമ്പോൾ മാറ്റി പറയരുത്, I' μ2ലാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ റിഫ്രാക്ഷൻ അറ്റ് ഫസ്റ്റ് സർഫസ്, ഇവിടെ ഫസ്റ്റ് സർഫസ്, ഈ സർഫസിൽ തട്ടിയാണ് റിഫ്രാക്ഷൻ നടന്നത്. അപ്പോഴുള്ള നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കണം? μ2 ഡിവൈഡഡ് ബൈ V', μ2 ഡിവൈഡഡ് ബൈ ഇമേജ് ഇരിക്കുന്നിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് μ1 ഡിവൈഡഡ് ബൈ u ഈസ് ഈക്വൽ ടു
mu2 minus mu1 divided by r1. This is equation number 1. ഇക്വേഷൻ ഫസ്റ്റ് സർഫസിന് എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് അറിയാമോ? ഈ ഇരിക്കുന്ന mu2നെ ഞാൻ പതുക്കെ ഒതുക്കി ഇതിനകത്തോട്ട് അങ്ങ് കയറ്റും. mu2നെ ഞാൻ ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി. അപ്പോൾ mu2 എന്ന് പറയുന്ന മീഡിയം, പുറത്തിരുന്ന മീഡിയം കംപ്ലീറ്റ് ഇതിനകത്തേക്ക് കയറി, പുറത്തിരുന്ന അപ്പൊ ഇനി എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഭാഗത്ത് എല്ലായിടത്തും mu1 ആയി, കംപ്ലീറ്റ് സ്ഥലത്തും mu1 ആയി. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് അങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഇവൻ mu2വിനകത്ത് ഫോം ചെയ്തവനാണ്. ചെയ്തിട്ട് പുതിയൊരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. ദാറ്റ് ഈസ് I which is at a distance V. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒന്നാമത്തെ സർഫസിന് സ്ഥാനത്ത് രണ്ടാമതൊരു സർഫസ് കൂടി വന്നു. അപ്പോൾ എന്തു പറ്റി? ഫസ്റ്റ് സർഫസ് ഫോം ചെയ്യിച്ച ഇമേജ് രണ്ടാമത്തെ സർഫസിന്റെ ഓബ്ജക്റ്റ് ആയി. അപ്പൊ I' ആണ് രണ്ടാമത്തെ സർഫസിന്റെ ഓബ്ജക്റ്റ്. രണ്ടാമത്തെ സർഫസ് ഫോം ചെയ്ത ഇമേജ് ആണ് I. രണ്ടാമത്തെ സർഫസ് ഫോം ചെയ്ത ഇമേജ് ആണ് I. അപ്പൊ ദിസ് ഇമേജ് I' will act as the object of the second surface and I is the final image formed by the second surface in the medium of mu1. I ഫോം ചെയ്തിരിക്കുന്ന mu1ലാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, സാറേ I' mu1-ലല്ലേ? അല്ല, അത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവനെ കാണാനില്ല. അവൻ ഈ ലെൻസിനകത്ത് കയറിയിരുന്ന് നോക്കിയാൽ മാത്രമേ ആ ഇമേജിനെ കാണാൻ പറ്റൂ. നമുക്കിപ്പോ കാണാനും കിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ സർഫസിന്റെ ഇമേജ് ആരാണ്? I. ഓബ്ജക്റ്റ് ആരാണ്? I'. ഇമേജ് ഡിസ്റ്റൻസ് ആരാണ്? V. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആരാണ്? V'. ഓബ്ജക്റ്റ് ഫോം ചെയ്തത് എവിടെയാണ്? mu2-വിൽ. അതാണ് V' ഫോം ചെയ്തത് mu2-വിലാണ്, V' ഫോം ചെയ്തത് mu2-വിലാണ്, അല്ലെങ്കിൽ I ഫോം ചെയ്തത് mu1-നകത്തുമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെക്കൻഡ് സർഫസിന്റെ കേസിൽ ഇക്വേഷൻ എഴുതും. അവന്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് mu1 ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് രണ്ടാമത്തെ സർഫസിന്റെ ഓബ്ജക്റ്റ് I' ആണ്. I' ഫോം ചെയ്തത് mu2-വിലാണ്. therefore mu2 divided by V' is equal to mu1 minus mu2 divided by R2. ഞാൻ ഈ mu1 മൈനസ് mu2 തിരിച്ചെഴുതുന്നു മൈനസ് ഓഫ് mu2 മൈനസ് mu1 ഡിവൈഡഡ് ബൈ R2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. ഇത്രയും എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുമ്പോൾ ഒരിക്കലും എന്ത് പറയത്തില്ല, നമ്മൾ മീഡിയത്തിനെ ഇങ്ങനെ ഒതുക്കി ലെൻസ് അങ്ങനൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ അവിടെ കിടക്കട്ടെ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഒരു ലെൻസ് വരച്ചു വയ്ക്കുക. ഒരു ലെൻസ് വരച്ചു വയ്ക്കുക. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. ലെൻസ് വരച്ചു വയ്ക്കുക. ഇത് mu1, ഇത് mu2, ഇത് mu1 പുറത്ത്. ഇവിടെ ഞാനൊരു ഓബ്ജക്റ്റിനെ വെച്ചു u ഡിസ്റ്റൻസിൽ. ഇവിടെ നിന്നൊരു ലൈറ്റ് റേ ഇങ്ങനെ വരും. രണ്ടാമത്തെ സർഫസ് ഇല്ലായിരുന്നു എങ്കിൽ ആ ലൈറ്റ് റേ ഇവിടെ വന്ന് ഇമേജ് ഫോം ചെയ്യണമായിരുന്നു, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് V'. മനസ്സിലായോ? രണ്ടാമത്തെ സർഫസ് അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ആ ഇമേജ് എവിടെ, ഏത് മീഡിയത്തിലാണ് ഫോം ചെയ്യുന്നത്? mu2-വിൽ. അതാണ് ആ പറഞ്ഞ പോയിന്റ്, ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർഫസിന്റെ കേസിൽ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം? ഫോർ ദ ഫസ്റ്റ് സർഫസ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി പാടാണ്. ഫസ്റ്റ് സർഫസിന്റെ കേസിൽ ഓർക്കേണ്ടുന്ന പോയിന്റ് ഇതേ ഉള്ളൂ. I' ഫോം ചെയ്തിരിക്കുന്നത് mu2-നകത്താണ്. നമുക്ക് പുറത്ത് നിന്നാൽ കാണാം. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർഫസിന്റെ കേസിൽ എന്ത് എഴുതും? mu2 ഡിവൈഡഡ് ബൈ V' മൈനസ് mu1 ഡിവൈഡഡ് ബൈ U ഈസ് ഈക്വൽ ടു mu2 minus mu1 divided by R1. That is equation number 1. ആ ഫസ്റ്റ് സർഫസ് ഫോം ചെയ്യേണ്ടിയിരുന്ന ഇമേജ് ആണ് രണ്ടാമത്തെ ഓബ്ജക്റ്റ് ആയി. അങ്ങനെ രണ്ടാമത്തെ സർഫസ് ഫൈനൽ ഇമേജിനെ ഇവിടെ ഫോം ചെയ്യിച്ചു. I which is at a distance V. അപ്പൊ രണ്ടാമത്തെ സർഫസിന്റെ ഓബ്ജക്റ്റ് ആരാണ്? I'. ഏത് മീഡിയത്തിൽ? mu2. ഇമേജ് ആരാണ്? I. ഏത് മീഡിയത്തിൽ? mu1-ൽ. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് സർഫസിന്റെ കേസിൽ ഫോർ ദ സെക്കൻഡ് സർഫസ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് V, ഇമേജ് mu1. ദാറ്റ് ഈസ് mu1 ഡിവൈഡഡ് ബൈ V മൈനസ് അവന്റെ ഓബ്ജക്റ്റ് ഇവനാണ്, അത് mu2-ലാണ്. therefore mu1 ഡിവൈഡഡ് ബൈ V'
is equal to, sorry, mu2 divided by v dash. തെറ്റിച്ച് കളയരുത്. mu2 divided by v dash is equal to mu1 minus mu2 divided by r2. ഞാൻ ഇതിനെ തിരിച്ചെഴുതുമ്പോൾ minus of mu2 minus mu1 divided by r2. That is equation number 2. ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 plus 2 ഞാൻ ആഡ് ചെയ്യുന്നു. 1 plus 2 ചെയ്യുന്നു. ചെയ്യുമ്പോൾ ഇതും മൈനസ് mu2 ഡിവൈഡ് ബൈ v ഡാഷും കൂടെ ക്യാൻസൽ ആയി പോവും. therefore mu1 by v മൈനസ് mu1 by u എന്ന് കിട്ടും. that is mu1 ഡിവൈഡഡ് ബൈ v മൈനസ് mu1 ഡിവൈഡഡ് ബൈ u is equal to, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നത് mu2 മൈനസ് mu1. that is mu2 മൈനസ് mu1 into 1 by r1 minus 1 by r2 because it is second term നെഗറ്റീവ് ആണ്. ഞാൻ ഇവിടെ നിന്ന് mu1 കോമൺ ആയിട്ട് എടുത്തു, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 1 by v മൈനസ് 1 by u is equal to mu2 മൈനസ് mu1 ഡിവൈഡഡ് ബൈ mu1 into 1 by r1 മൈനസ് 1 by r2. ഇതിന് ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് കളയുന്നു. എഴുതുമ്പോൾ എന്ത് വരും? 1 by v മൈനസ് 1 by u is equal to mu2 ഡിവൈഡഡ് ബൈ mu1 mu2 divided by mu1 minus 1 into 1 by r1 minus 1 by r2. This is the. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയും. എന്താണ് ജനറലി? If the object is placed at infinity, then the final image is formed at focus. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ഫോക്കസിൽ. അതുകൊണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ 1 by f, വിയുടെ സ്ഥാനത്ത് f, 1 by infinity 0. therefore 1 by f is equal to mu2 divided by mu1 minus 1 into 1 by r1 minus 1 by r2. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് of refractive index mu2 when it is placed in a medium of refractive index mu1. mu2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ലെൻസിനെ mu1 എന്ന് പറയുന്ന മീഡിയത്തിൽ വെച്ചാൽ അവന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിനകത്തുനിന്ന് ഒരു കാര്യം കൂടി ഓർക്കുക, ഈ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? അതായത് നമ്മൾക്ക് ഈ ടേം നമ്മൾ എഴുതുന്നതിന് മുമ്പുള്ള ഒരു ടേം കൂടിയുണ്ട്, അതുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ഇട്ട് വെക്കാം. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക. വെച്ചാൽ നമുക്ക് എന്തു പറയാം? ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 by v വേണ്ട, അത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് പറയാം. ഇതിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? സെയിം. ഇതിന്റെയും അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? ദാറ്റ് ഈസ് 1 by v മൈനസ് 1 by u is equal to 1 by f. ഇതിന് പറയുന്ന പേരാണ് ലെൻസ് ഇക്വേഷൻ. ഇതിന് പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പൊ ലെൻസ് ഇക്വേഷൻ ഇങ്ങനെയും ഡിറൈവ് ചെയ്യാം. ഒരിക്കൽ ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ദെൻ ഡിറൈവ് ദ ലെൻസ് ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ അത് ഇത് എഴുതിയതിനു ശേഷം അവിടെ നിന്ന് ഡിറൈവ് ചെയ്യണം. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞിട്ട് അങ്ങ് വർഷമോ മറ്റോ ചോദിച്ചു. CBSE-കാർക്കാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പൊ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താ കിട്ടിയത്? ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 when it is placed in a medium of refractive index mu1, the focal length is given by 1 by f is equal to mu2 divided by mu1 minus 1 into 1 by r1 minus 1 by r2. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്? ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ യൂസ് അല്ലെങ്കിൽ അപ്ലൈ സൈൻ കൺവെൻഷൻ റൂൾ. സൈൻ കൺവെൻഷൻ റൂൾ ഇവിടെയും അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. ഫസ്റ്റ് സൈഡിന്റെ ഇമേജ് ആണ് ഐ ഡാഷ്, അവൻ ഫോം ചെയ്യുന്നത് mu2ലാണ്. ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് രണ്ടാമത്തെ സർഫസിന്റെ ഓബ്ജക്റ്റ് ആയി. ആ ഐ ഡാഷ് ഫോം ചെയ്ത് mu2ലാണെന്നുള്ളത് മറന്നുപോയാൽ തീർന്നു, പിന്നെ നമുക്കൊന്നും ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ്, നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് നിർത്താം. എന്താണെന്ന് അറിയാം. അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ എന്താണ്? 1 by focal length is equal to ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് minus 1 into 1 by r1 minus 1 by r2. This is the equation.
ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, സാർ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ലെൻസ് എയറിലല്ലേ സാറേ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത് അപ്പൊ എയറിലിരിക്കുകയാണെങ്കിലോ ഇൻ എയർ, ഇഫ് ദ ലെൻസ് ഇൻ എയർ, എയറിൽ ലെൻസ് ഇരിക്കുകയാണെങ്കിൽ μ1 is equal to 1. Therefore 1 by focal length is equal to μ2 എന്ന് എഴുതണ്ട, ഒറ്റയാളല്ലേ ഉള്ളൂ, μ minus 1 into 1 by r1 minus 1 by r2. This is the equation for the focal length when the lens is placed in air. എയറിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ചോദിക്കും, ശരി സമ്മതിച്ചു. അപ്പൊ ഇത് മറന്നു പോകരുത്, ഇതൊരിക്കലും മറന്നു കളയരുത്. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ സറൗണ്ടിങ് മീഡിയം, ആ മീഡിയം എയർ ആണെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആകുമ്പോൾ ഈ ഇക്വേഷൻ. അപ്പോഴൊരു ക്വസ്റ്റ്യൻ, സാറേ നമുക്ക് എത്ര ടൈപ്പ് ലെൻസ് ഉണ്ട് സാറേ? കുറെ ടൈപ്പ് ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, പ്ലെനോ കോൺവെക്സ്, പ്ലെനോ കോൺകേവ്, പിന്നെ കോൺകേവോ കോൺവെക്സ്, കോൺവെക്സോ കോൺകേവ്, ഇങ്ങനെയൊക്കെ ലെൻസുകളുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, 4 ലെൻസ് നമ്മൾ അത്യാവശ്യം പഠിക്കണം. ഒന്ന് കോൺകേവ് ലെൻസ്, സോറി കോൺവെക്സ് ലെൻസ് ആദ്യമേ പറയാം, കോൺവെക്സ് ലെൻസ്. രണ്ടാമത്തത് കോൺകേവ് ലെൻസ്. മൂന്നാമത്തത് പ്ലെനോ കോൺവെക്സ് ലെൻസ്. അടുത്തത് പ്ലെനോ കോൺകേവ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിനെ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്നോ ബൈ കോൺവെക്സ് ലെൻസ് എന്നോ എല്ലാം ഒന്ന് തന്നെ. ഡബിൾ കോൺവെക്സ്, ബൈ കോൺവെക്സ്, കോൺവെക്സ്. ഈ ലെൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോൺകേവ്, ബൈ കോൺകേവ്, ഡബിൾ കോൺകേവ്, എന്ത് വേണോ പേര് കൊടുക്കാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലെനോ കോൺവെക്സ്. ഒരു സൈഡ് പ്ലെയിനും മറ്റേത് കോൺവെക്സും. അപ്പോൾ പ്ലെനോ കോൺകേവ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഒരു സൈഡ് പ്ലെയിനും മറ്റേത് കോൺകേവ്. ഇവന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. 1 by f is equal to mu minus 1 into ലൈറ്റ് റേ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r1, രണ്ടാമത്തവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r2. അപ്പൊ ലൈറ്റ് റേ ആദ്യമേ വന്ന് ഇടിക്കുന്ന സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r1. ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ r1ഉം ഇവന്റേത് r2. മനസ്സിലായല്ലോ? അപ്പൊ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ r1 മെഷർ ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. therefore r1 ഈസ് പോസിറ്റീവ്. മൈനസ് രണ്ടാമത്തെ സർഫസ് ഇതാണ്, അവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. therefore r2 നെഗറ്റീവ്. therefore 1 by minus r2. മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ് ആവും. therefore focal length of a convex lens is given by 1 by f is equal to mu minus 1 into 1 by r1 plus 1 by r2. ഇനി ഇതിനകത്ത് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യരുത്. r1ന്റെ വാല്യൂ r2ന്റെ വാല്യൂ ചുമ്മാ അങ്ങ് എഴുതുക. ഇതാണ് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫോക്കൽ ലെങ്ത് ആണ്. അതുപോലെ ഇവിടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ 1 by f is equal to mu minus 1 into r1 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നു. therefore 1 by minus r1 minus r2 മെഷർ ചെയ്യുന്ന റൈറ്റിലേക്കാണ്. ദാറ്റ് ഈസ് 1 by r2. രണ്ടുപേർക്ക് നെഗറ്റീവ് ഉണ്ടല്ലോ. നെഗറ്റീവിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു, ഇത് പ്ലസ് ആയി, ആ നെഗറ്റീവ് ഇവിടെ ഇടുന്നു. ഇതിന്റെ അർത്ഥം എന്ത് മനസ്സിലായി? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷനും കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷനും സെയിം ആണ്. ഒരു ചെറിയൊരു വ്യത്യാസം, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പഠിച്ചു വെച്ചാൽ ഉടനെ നമുക്ക് എഴുതാം mu minus 1 into 1 by r1 plus 1 by r2. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇട്ടാൽ മതി. അതിന്റെ അർത്ഥം കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സിൻ്റെത് പോസിറ്റീവ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്ലെനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ ഒരു സൈഡ് പ്ലെയിനിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവന്റെ കേസിൽ കിട്ടുന്ന ഫോക്കൽ ലെങ്ത് 1 by f is equal to mu minus 1 into 1 by r.
ഇവന്റെ കയ്യിലാണെങ്കിലോ 1/f is equal to minus of mu minus 1a into 1/r. This is the focus. ഇത് കാണാൻ പഠിച്ചു വെക്കണം. രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ആണെങ്കിൽ 1/r plus 1/r 2/r എന്ന് എഴുതാം. ഇവിടെയും 2/r എന്ന് എഴുതാം. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ഈസ് ആ ഇക്വേഷൻ ഫോർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്? അപ്പോൾ മനസ്സിലാക്കണം 1/f is equal to mu minus 1 into 1/r1 plus 1/r2. കോൺകേവ് ആണെങ്കിൽ 1/f is equal to minus of mu minus 1 into 1/r1 plus 1/r2. പ്ലനോ കോൺവെക്സ് ആണെങ്കിൽ 1/f is equal to mu minus 1 into 1/r. പ്ലനോ കോൺകേവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ കിട്ടും. അതിന്റെ അർത്ഥം ഇവന്റെയും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, ഇവന്റെയും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? ഒരു രണ്ട് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ വലുതായി പോകും. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇതാണ്. പഠിച്ചു വയ്ക്കണേ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇനി ഇതിനകത്ത് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യരുത്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം 1/f is equal to mu minus 1a into 1/r1 plus 1/r2. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ 1/r1 plus 1/r2 is equal to 2/r. ഫോക്കൽ ലെങ്ത് കോൺകേവ് ആണെങ്കിൽ മൈനസ് ഓഫ് mu minus 1a into 1/r1 plus 1/r2. പ്ലനോ കോൺവെക്സ് ആണെങ്കിൽ 1/f is equal to mu minus 1a into 1/r. പ്ലനോ കോൺകേവ് ആണെങ്കിൽ 1/f is equal to മൈനസ് ഓഫ് mu minus 1a into 1/r. ഇങ്ങനെ പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ അറിയാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നാൽ അവൻ ഇവിടെ വന്ന് കൺവേർജ് ചെയ്യും. അതാണ് അവന്റെ ഫോക്കസ്. അപ്പൊ ചോദിക്കും സാറ് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലോ? വരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കൺവേർജ് ചെയ്യും. അതും ഫോക്കസ് ആണ്. അതിന്റെ അർത്ഥം ഒരു കോൺവെക്സ് ലെൻസിന് രണ്ട് സൈഡിലും ഫോക്കസ് ഉണ്ട്. ഒരു കോൺവെക്സ് ലെൻസിന് രണ്ട് ഫോക്കസ് ഉണ്ട്, അപ്പുറവും ഇപ്പുറവും. ഓർക്കേണ്ടുന്ന കാര്യം, ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് ഫോക്കസ്, ഇവനെ ഫോക്കസ് ആയിട്ട് എടുക്കരുത്. കാരണം ഇവിടെ നിന്ന് ലൈറ്റ് റേ ഇങ്ങോട്ട് വരും. ഇതിനെ ഫോക്കസ് എടുത്താൽ ഫോക്കസ് നെഗറ്റീവായി പോകും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ഓബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ അതേ ഫോക്കസ് ആകാവും. പറഞ്ഞ മനസ്സിലാവുക. ഇതുപോലെ ഒരു കോൺകേവ് ലെൻസ് എടുത്താൽ, കോൺവെക്സ് ലെൻസ് എടുക്കുന്നത് കൂട്ട് ഒരു കോൺകേവ് ലെൻസ് എടുത്താൽ അവന്റെ കേസിൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഡൈവേർജ് ചെയ്തു പോവും. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാണ് ഫോക്കസ്. അപ്പൊ ഒരു ചോദ്യം വരും, അവിടെ നിന്ന് ലൈറ്റ് റേ വന്നാലോ? വരാം. അവിടെ നിന്ന് ലൈറ്റ് റേ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ലൈറ്റ് റേ വരികയാണെങ്കിൽ ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്യും. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടെയും. അപ്പൊ കോൺകേവ് ലെൻസിനും രണ്ട് ഫോക്കസ് ഉണ്ട്. ഓബ്ജക്റ്റിനെ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിനെ ഫോക്കസ് ആയിട്ട് എടുക്കണം. കാരണം കോൺകേവിന്റെ ഫോക്കസ് ലെന്ത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഓബ്ജക്റ്റിനെ ഇവിടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ സെയിം സൈഡിലുള്ളതിനെ വേണം ഫോക്കസ് ആയിട്ട് എടുക്കാൻ, മറ്റവനെ ഫോക്കസ് ആയിട്ട് എടുക്കരുത്. ഇത് തന്നെ ആർക്കും ബാധകമാണ്. പ്ലനോ കോൺവെക്സിനും രണ്ട് ഫോക്കസ് ഉണ്ടാവും. ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഫോക്കസ്. പ്ലനോ കോൺകേവിനും രണ്ട് ഫോക്കസ് ഉണ്ടാവും, ഇവിടെയും. ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഫോക്കസ്. ഓർക്കണേ, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. ഇതും ഈക്വൽ. ഇത് 10 ആണെങ്കിൽ ഇതും 10, ഇത് 25 ആണെങ്കിൽ ഇതും 25. ഡിസ്റ്റൻസ് അപ്പുറം ഇപ്പുറം സെയിം ആയിരിക്കും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന് രണ്ട് ഫോക്കസ്, എല്ലാ ലെൻസുകൾക്കും രണ്ട് ഫോക്കസ് ഉണ്ട്. കോൺവെക്സിന്റെയും പ്ലനോ കോൺവെക്സിന്റെയും കേസിൽ ഓബ്ജക്റ്റ് ഇരിക്കുന്നതിന്റെ മറു സൈഡിലുള്ളത് ഫോക്കസിനായിട്ട് എടുക്കണം. കോൺകേവിന്റെയും പ്ലനോ കോൺകേവിന്റെയും കേസിൽ സെയിം സൈഡിലുള്ളതിനെ ഫോക്കസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത്രയും കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഇമേജ് ഫോർമേഷൻ പറയും. അതായത് ഇമേജ് എവിടെയൊക്കെ എങ്ങനെ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് കേൾക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ r ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് f is equal to r/2 എന്ന് എഴുതിയാൽ ആന മണ്ടത്തരമാണ്. കോൺകേവ് മിററുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ്. ഓർക്കുക, ലെൻസിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എവിടെ വരും? ഫോക്കലിന്റെ ഡബിൾ ആണോ? പറയാനേ പറ്റില്ല. ചിലപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന സാധനം ഫോക്കസിന്റെ ഇപ്പുറത്തായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒട്ടിയിരിക്കുന്നത് കാണാം. ചിലപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ ഫോക്കസിനകത്ത് വരുന്നത് കാണാം.
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാൾ കൂടുതൽ ഫോക്കൽ ലെങ്തിനേക്കാൾ കൂടുതലാകാം റേഡിയസ് ഓഫ് കർവേച്ചർ, കുറവാകാം, ചിലപ്പോൾ ഈക്വലും ആകാം. അതെന്താ സാറേ അങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിച്ചോളുക. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ലെൻസിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ് ഫോക്കൽ എന്ന് ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞു കളഞ്ഞേക്കരുത്. കാരണം 1/f is equal to mu minus 1 into 2/r. 1/r1 plus 1/r2. ഞാൻ 2/r എന്ന് എടുത്തു. R1 R2 ഈക്വൽ. നോക്കുക, മ്യൂവിന്റെ വാല്യൂ 1.4 ആണെന്ന് എഴുതുക. എന്ത് സംഭവിക്കും? 1/f is equal to 1.4 minus 1 into 2 divided by r, that is equal to 0.8 divided by r, or f is equal to r by 0.8. അതിന്റെ അർത്ഥം ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാൾ കൂടുതൽ. അടുത്തത് മ്യൂവിന്റെ വാല്യൂ 1.5 ആണെങ്കിലോ, 1.5 ആണെങ്കിൽ 1/f is equal to 1.5 minus 1 divided by r into 2, that is equal to 1/r. 0.5 into 2, that is 1/r. That is r is equal to f. ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ. ഒരിടത്ത് കൂടുതലായിരുന്നു, ഇപ്പൊ ഈക്വൽ ആയി. ഇനി ഒന്നുകൂടെ നോക്കൂ, മ്യൂവിന്റെ വാല്യൂ 1.6 ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് കിട്ടും? 1/f is equal to 1.6 minus 1 divided by r into 2, that is equal to 1.2 into r. Therefore focal length is equal to r by 1.2, or f is less than r. f is equal to r. അപ്പൊ എന്തു പറ്റി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതിനനുസരിച്ച് ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ആകാം, കൂടുതലാകാം, കുറവാകാം, എന്ത് വേണോ സംഭവിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിനകത്ത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് ഈക്വൽ. അതൊക്കെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഉറപ്പ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലാക്കിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഒരിക്കലും റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ് ഫോക്കൽ ലെങ്ത് നിങ്ങൾ പറയരുത്. അത് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ ലെൻസുകളൊക്കെ നിങ്ങൾ പടം വരയ്ക്കുന്ന സമയത്ത് എല്ലായിടത്തും എഫിന്റെ ഡബിളിനെ 2f എന്നാണ് എഴുതിയത്, അല്ല നിങ്ങൾ സി എന്ന് എഴുതിയില്ല. ഓർത്താൽ മനസ്സിലാവും പഴയ കാര്യങ്ങൾ. ശരിയാണല്ലോ, പണ്ട് ഞങ്ങൾ വരച്ചപ്പോൾ എഫിന്റെ ഡബിൾ 2f എന്നാണ് എടുത്തത്. എന്താ സി എന്ന് എടുക്കായിരുന്നത്? മിററിന്റെ കേസിൽ നമ്മൾ എഫിന്റെ ഡബിളിനെ നമ്മൾ സി എന്ന് തന്നെയാണ് മാർക്ക് ചെയ്തത്. പക്ഷെ ലെൻസിനകത്ത് നമ്മൾ എഫിന്റെ ഡബിളിനെ 2f എന്നാണ് മാർക്ക് ചെയ്തത്. വൈ? കാരണം അവിടെ സി എന്ന് എഴുതാൻ പോയി. കാരണം ഇപ്പൊ സി ഇവിടെ ആകും, ഇവിടെ എടുക്കുക, എവിടെ വേണോ വരാം. സി ഇവിടെയാണെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് എഫിന്റെ ഡബിൾ വേണം താനും. അതുകൊണ്ട് നമ്മൾ എഫിന്റെ ഡബിളിനെ എന്തായിട്ട് എടുത്തു? 2f ആയിട്ട് എടുത്തു. സി ആയിട്ട് അവിടെ എടുക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഓർക്കുക, മിറർ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നത് പിടിക്കൂ. ലെൻസിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, ലെൻസ് ഇക്വേഷൻ, സൈൻ കൺവെൻഷൻ, ഇതെല്ലാം അങ്ങോട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മിറർ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടിരിക്കണം. ഇമേജ് ഫോർമേഷൻ മുതൽ അങ്ങോട്ടുള്ളത്, കോൺകേവ് മിററിന്റെ, കോൺവെക്സ് മിററിന്റെ ഒക്കെ ഇമേജ് ഫോർമേഷനും ബാക്കി കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഇനി നമ്മൾ പഠിക്കുന്നത് എളുപ്പമാവും. ഇല്ലെങ്കിൽ എളുപ്പമാകില്ല. കാരണം ഞാൻ ഇത് അതിന്റെ ബേസിലായിരിക്കും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കുക. കോൺകേവ് മിററിലേക്ക് നമ്മൾ ആൾറെഡി ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അതെല്ലാം നന്നായിട്ട് നോക്കുക. പിന്നെ വീണ്ടും ഞാനൊന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.